ധാരണ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് നമ്മളൊക്കെ പക്ഷെ നമ്മുടെ അത്രയൊന്നും പത്രങ്ങളൊന്നും വായിക്കുന്നില്ല ഇപ്പൊ. അങ്ങനെയല്ലോ സോഷ്യൽ മീഡിയയിൽ എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. വിചാരിക്കുന്നതിൽ അപ്പുറത്ത് ചിലപ്പോൾ അവർ അഭിപ്രായം നമ്മളോട് പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ടോ കുട്ടികൾ? അങ്ങനെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുമോ? അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർ പറയാറുണ്ട്. ദേശീയ രാഷ്ട്രീയം അവർ ശ്രദ്ധിക്കും, സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തിലായിരിക്കും. അതുപോലെ പൊതുവായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ വിദ്യാഭ്യാസമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പോൾ ഒന്നാമത് സോഷ്യൽ മീഡിയയിലും അതുപോലെ ഓൺലൈനിലൊക്കെ ഒരു ശ്രദ്ധിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ പത്രങ്ങൾ നമ്മളിപ്പോൾ രാവിലെ അവരോട് ചോദിക്കാം പത്രം വായിച്ചാൽ എന്തിനാണ്, ഞാൻ ഇപ്പോൾ ഇന്നലെ ആ ഇതൊക്കെ വായിച്ചാണ്, ഇന്നലെയൊക്കെ ഞാൻ ഇന്നലെ തന്നെ രാത്രിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കൂൾ നടത്തുന്ന സ്കൂൾ അവിടെ നമ്മൾ കുട്ടികളെ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ഒരു മോക്ക് ഒരു പാർലമെൻറ്റ് തലത്തിലാണ് കുട്ടികളെ ഒരു യൂണിയൻ തിരഞ്ഞെടുപ്പ്. അപ്പോൾ അവർ കുട്ടികൾ അവരുടെ പാർട്ടി സ്വന്തമായി ഉണ്ടാക്കും. അതിൽ അവരുടെ മാനിഫെസ്റ്റോ, അവരുടെ ഐഡിയോളജി ഇതൊക്കെ വെച്ചുകൊണ്ട് ക്യാമ്പയിൻ ഇതൊക്കെ കുട്ടികൾ ഭംഗിയായി ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതിനേക്കാളും നല്ല ഭംഗിയായി പുതിയ തലമുറയോട് കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ആ ഒരു ബോധം ശരിക്കും ഇപ്പം തന്നെ ആ ഒരു രാഷ്ട്രീയ ബോധം അവർക്കുണ്ട്, ജനാധിപത്യ ബോധം അവർക്കുണ്ട്.